ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം, എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നെക്സ്റ്റ് ഒരു 1 ഇയർ, ഒരു 2025 2026, ഒരു 10 മുതൽ 12 മാസം വരെ നിങ്ങളുടെ പീരീഡ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ആ വർഷം, ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയം വളരെയധികം നല്ലതാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ചെറിയ ഒരു മോശം സമയമാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചസ് ഓവർകം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രകാരം ആക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൃത്യമായി നോക്കാൻ പോകുന്നത്. ഈ അനാലിസിസ് ഞാൻ തരുന്നത് ക്ലിയർ ഇൻസൈറ്റ്സ് എല്ലാ രാശിക്കാർക്കും, ഓരോരോ രാശിക്കാർക്കും വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, വിവാഹം, കുട്ടികൾ, ഇത് എല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ് വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം. പക്ഷേ എന്താണ് ഈ വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. ഈ വർഷം 4 ഗ്രഹങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള 4 ഗ്രഹങ്ങളാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ 9 ഗ്രഹങ്ങൾ എടുക്കാം. 9 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് ഗുരു അല്ലെങ്കിൽ വ്യാഴം, ശനി, പിന്നെ രാഹു, കേതു. ഈ 4 നക്ഷത്രങ്ങളാണ്, 4 ഗ്രഹങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു വർഷത്തിലൊരിക്കൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകും. അതായത് നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗുരു ഇരിക്കുന്ന ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്, ഒരു രാശി. ആ രാശിയിൽ നിന്ന് ചലിച്ച് വേറൊരു രാശിയിലേക്ക് പോകും. അതേപോലെ തന്നെ ശനി 2.5 വർഷത്തിലൊരിക്കൽ, രാഹു കേതു 18 മാസത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് അവരുടെ സ്ഥാനമാറ്റ സമയം. അപ്രോക്സിമേറ്റ്ലിയാണ്. ചില 17.5 ആയിരിക്കാം, 18.5 ആയിരിക്കാം രാഹു കേതുവിന്. അപ്പോൾ അപ്രോക്സിമേറ്റ് സമയമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനെ വലം വെച്ച് വരാൻ ഗുരു 12 രാശികൾ, അതായത് 12 രാശികളുണ്ടല്ലോ, ഓരോ രാശിയിലും ഓരോ വർഷമാണെങ്കിൽ 12 രാശിയിൽ ചുറ്റി വരാൻ 12 വർഷം എടുക്കും, അല്ലേ? അപ്പോൾ വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ് സൂര്യനെ ചുറ്റി വരുന്നത്. വ്യാഴവട്ടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ശനി നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം എടുക്കും. ഈ 2.5 വർഷം വെച്ചിട്ട് ഒരു രാശിയിൽ 30 വർഷം, 12 രാശിയിൽ. ഇപ്പോൾ അതേപോലെ രാഹു കേതു 1.5 വർഷം വെച്ചിട്ട് ഓരോ രാശിയിൽ നടക്കുമ്പോൾ 18 വർഷത്തിലൊരിക്കൽ രാഹു കേതു സൂര്യനെ വലം വെച്ച് വരും എന്നാണ് സങ്കല്പം, അല്ലേ? അപ്പോൾ ഈ ഓരോ രാശിക്കാർക്കും ഈ സ്ഥാനമാറ്റം, അതായത് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ശനി മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സ്ഥാനമാറ്റമായി കഴിഞ്ഞു. നമ്മുടെ ഈ വ്യാഴം വളരെയധികം നന്മ കൊണ്ടുവരുന്ന വ്യാഴം 15 മെയ് എന്ന തീയതിക്ക് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രാഹു കേതു കുറച്ച് പ്രത്യേകതയുണ്ട്. അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടേ മൂവ് ഉള്ളൂ. അതായത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചിങ്ങം, കന്നി, തുലാം അല്ലെങ്കിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നും മുന്നോട്ട് പോകുമ്പോൾ കേതുവും രാഹുവും മാത്രം കർക്കിടകം, മിഥുനം എന്ന രീതിയിൽ പുറകിലോട്ടായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ രാഹു 19-ാം തീയതി മെയ് എന്ന തീയതിയിൽ മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും, കേതു അതേ ദിവസം തന്നെ കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സ്ഥാനമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെ ഫലങ്ങൾ എന്താണ് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ. ഒരു 5-6 ഏരിയ എടുത്തിട്ട് അതെല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ്സിനും അതുപോലെ നിങ്ങളുടെ വളരെയധികം കൂടുതൽ വീഡിയോ ചെയ്യാനും പ്രചോദനമാവുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓരോ രാശിക്കാരുടെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, മകം, പൂരം, ഉത്രം. മകം, പൂരം എല്ലാ പാദങ്ങളും ചിങ്ങം രാശി തന്നെയാണ്. ഉത്രത്തിന്റെ ആദ്യം ഒരു പാദം ചിങ്ങം രാശിയിലാണ്. ഈ ചിങ്ങം രാശിയിലുള്ളവർ സിംഹഗർജനം പോലെ എന്നാണ് പറയുക. മകം പിറന്ന മംഗകളും പൂരം പിറന്ന പുരുഷന്മാരും ചിങ്ങരാശിയിലുള്ളവരാണ്. പക്ഷേ ചിങ്ങരാശിയിൽ നിങ്ങൾ അടുത്തൊരു വർഷം വളരെയധികം സൂക്ഷിച്ചിരിക്കേണ്ട സമയമാണ്. ശനി നിങ്ങളുടെ 8ാമത്തെ ഭാവത്തിലേക്ക് വരികയാണ്. കുംഭത്തിൽ നിന്ന് 7ൽ നിന്ന് 8ലേക്ക് വരികയാണ്. കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് അഷ്ടമശനി. അഷ്ടമശനി എന്ന് പറഞ്ഞാൽ കഷ്ടതകൾ കൊണ്ടുവരുന്ന ശനി എന്നാണ് അർത്ഥം. അഷ്ടമശനി കഷ്ടതകൾ കൊണ്ടുവരും. കഷ്ടതകൾ ഏത് രീതിയിലേക്കാണ് വരിക? കഷ്ടതകൾ നിങ്ങളുടെ ഉദ്യോഗത്തിൽ വരാം, നിങ്ങളുടെ ആരോഗ്യത്തിൽ വരാം, നിങ്ങളുടെ കുടുംബത്തിൽ വരാം, നിങ്ങളുടെ ബന്ധങ്ങളിൽ വരാം, നിങ്ങളുടെ കുട്ടികൾ, അച്ഛൻ, ഈ നിലയിലൊക്കെ കഷ്ടതകൾ വരാനുള്ള സമയമാണ്. നിങ്ങൾ അടുത്ത ഒരു വർഷം മുതൽ 2.5 വർഷം വരെ. ഇതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു വർഷം ഗുരു നിങ്ങൾക്ക് പക്ഷേ 11ാമത്തെ ഭാവത്തിലേക്ക് വരികയാണ്. അത് വളരെയധികം നല്ലതാവുന്നത് കൊണ്ട് ശനിയുടെ കഷ്ടതകൾ അത് കുറച്ച് കുറഞ്ഞു കിട്ടും. ലാഭസ്ഥാനത്തേക്കാണല്ലോ ഗുരു വരിക 11ാം ഭാവം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങൾക്ക് 7ലും 5ലും വരുന്നത് കാരണം കുറച്ച് കഷ്ടതകൾ, ശനിയുടെ കഷ്ടതകൾ കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കാണുന്നു. കേതു നിങ്ങളുടെ 7ാമത്തെ ഭാവത്തിലേക്കും രാഹു 7ാമത്തെ ഭാവത്തിലേക്കും കേതു 1ാമത്തെ ഭാവത്തിലേക്കും നിങ്ങളുടെ തന്നെ രാശിയിലേക്കുമാണ് വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. കഷ്ടതകൾ ഉണ്ടെങ്കിലും കുടുംബത്തിൽ സന്തോഷതകൾ ഉണ്ടാവാം. അതേസമയം നിങ്ങൾക്ക് വളരെയധികം ചിന്തകൾ, നിങ്ങൾക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ ചിന്തകൾ കൂടാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം മെഡിറ്റേഷൻ, യോഗ ഇതുപോലെയുള്ളത് പരീക്ഷിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും. നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്ക് തർക്കങ്ങളിൽ പോയി വീഴാതിരിക്കുക. നിങ്ങളുടെ കുട്ടികളുടെ പഠിത്തം നിങ്ങൾ ശ്രദ്ധിക്കുക. വാക്ക് തർക്കങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരായാലും കുടുംബത്തിലുള്ളവരായാലും തർക്കങ്ങൾ അവോയ്ഡ് ചെയ്താൽ ഈ സമയം നിങ്ങൾക്ക് നല്ലതായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ ഗുരു 11ാം ഭാവത്തിലുണ്ട്. അപ്പോൾ ഈ സമയം ചലഞ്ചിങ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം വളരെയധികം പോസിറ്റീവായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാ രാശിക്കാർക്കും അവരുടേതായ ഫലങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് ചേരുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെ അടുത്തും ഇത് എത്തിച്ചേർക്കാൻ നിങ്ങൾ എനിക്ക് സഹായിക്കണം. നിങ്ങൾ എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജനന തീയതിയും സമയവും സ്ഥലവും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ജാതക ഫലങ്ങൾ തരാൻ എനിക്ക് സാധിക്കും. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം.